ശ്രീമാത്രേ നമഃ. ദശമഹാവിദ്യകളുടെ ഉത്ഭവം, ദശമഹാവിദ്യകൾ എന്താണ്, ദശമഹാവിദ്യകളുടെ തത്വം, ഇതാണ് ഇപ്പൊ നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മള് താരാദേവി, ആദ്യത്തെ ദശമഹാവിദ്യയായിരിക്കുന്ന താരാദേവിയെ കുറിച്ച് നമ്മൾ കണ്ടു. ഭുവനേശ്വരി മഹിമ നോക്കിയപ്പോ ഭുവനേശ്വരി തത്വവും നമ്മൾ കണ്ടു. അപ്പൊ ഇന്ന് നമ്മള് രണ്ടാമത്തെ ദശമഹാവിദ്യകളില് രണ്ടാമത്തെ മഹാവിദ്യയായിരിക്കുന്ന താരാദേവിയാണ് നോക്കുന്നത്. അപ്പൊ താരാ തത്വം എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോ ദശമഹാവിദ്യകളിലെ രണ്ടാമത്തെ മഹാവിദ്യയാണ് താര. തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളില് വളരെയധികം പ്രകീർത്തിക്കപ്പെടുന്ന ദേവതയാണ് താര. ജീവിത സാഗരത്തിൽ വീണ് കിടക്കുന്ന മാനവരെ തരണം ചെയ്യിക്കുന്നവളാണ് ദേവി താര. നമ്മള് ഭവതാരിണി എന്ന് പറയുന്നത് ഇതേ ദേവിയെ തന്നെയാണ്. അപ്പൊ കാരുണ്യമയിയായിരിക്കുന്ന മാതാവായിട്ടും ഭക്ത സംരക്ഷകയായിട്ടും ഭക്തരെ ഉദ്ധരിക്കുന്നവളും വാക്ശക്തി, അതായത് വാഗ്വിലാസം, കവിത്വം, ശത്രുനാശം, ഭോഗമോക്ഷസിദ്ധി ഇവയെല്ലാം കൊടുക്കുന്ന ആളാണ്, ദേവിയാണ് താരാദേവി. അപ്പൊ താരം എന്ന പദത്തിന് നക്ഷത്രം എന്ന പേരുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് താരം, അല്ലെ? ആകാശത്തിലെ താരകൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെന്നും അർത്ഥമുണ്ട്. അതിനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വയം ജ്വലിക്കുന്നവ, അല്ലെ? ആ സ്വയം ജ്വലിച്ചുകൊണ്ട് ഗ്രഹാദികളെ നിയന്ത്രിക്കുന്നവയാണ് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പൊ താരാദേവി ഇതേ സ്വഭാവ സവിശേഷതകളോട് കൂടിയവളാണ്. വാണിയുടെ അധിഷ്ഠാത്രിയും പരമപ്രകാശവുമാണ് താര. അപ്പൊ താരകങ്ങളുടെ ശക്തി, ആ ഒരു എന്താ പറയാ, അക്ഷര എന്നും അറിയപ്പെടുന്ന താരാദേവി, താരങ്ങളുടെ ശക്തി എന്നാണ് താരയെ പറയുന്നത്. താര എന്ന് പറഞ്ഞാല് ഓംകാരത്തിന്റെ പര്യായമാണ്. താരക ബ്രഹ്മമായിരിക്കുന്ന താരയെ ഉപാസിക്കുന്നവർക്ക് സകല സിദ്ധികളും ലഭിക്കുന്നതാണ് പറയപ്പെടുന്നത്. ആ ശബ്ദ ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന താര ഓംകാരനാഥമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോ താരം ഓംകാര സാരാം സകല ജന ഹിതാനന്ദ സന്തോഷ ദക്ഷാം എന്നാണ് ബൃഹനീലതന്ത്രത്തിൽ പറയുന്നത്. ദേവി ഈ താരയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയപ്പെടുന്ന തന്ത്രശാസ്ത്ര ഗ്രന്ഥത്തിന്റെ പേരാണ് ബൃഹനീലതന്ത്രം. അപ്പോ പ്രണവമന്ത്രമായിരിക്കുന്ന ഓങ്കാരത്തിന് 5 വിഭാഗമുണ്ടെന്നും അവ അകാരം, ഉകാരം, മകാരം, നാദം, ബിന്ദു ഇവയാണ്. അപ്പൊ താരാമന്ത്രത്തിലും 5 ബീജങ്ങളാണ് ഉള്ളത്. സമസ്ത ബ്രഹ്മാണ്ടമായിട്ട് ഉത്ഭവിച്ചിരിക്കുന്നത് പ്രണവത്തിൽ നിന്നാണ്. അതുകൊണ്ട് താരാദേവിയുടെ ഓങ്കാര സ്വരൂപത്തിന്റെ മഹിമയെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ താരാദേവി എന്ന് പറയുന്നത് ഹിന്ദു ബുദ്ധ മതങ്ങളിൽ ഒരുപോലെ പ്രസിദ്ധമാണ്. അപ്പൊ ബുദ്ധന്റെ സ്ത്രീ രൂപമായിട്ട് ടിബറ്റില് താരയെ ആരാധിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ടിബറ്റൻ ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവത എന്ന് പറയുന്നത് താരയാണ്. പരമപദാവസ്ഥയിൽ എത്തിയിരിക്കുന്ന ബുദ്ധനെയാണ് താരയെന്ന് ബുദ്ധമത ഗ്രന്ഥങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. കാരണം നമ്മൾ പൂർണ്ണമായിട്ട് ബുദ്ധനും താരയും തമ്മിൽ വ്യത്യാസമില്ല ഈ ബുദ്ധ വിശ്വാസികൾക്ക്. അപ്പോ ഈ ബൃഹന്നീല തന്ത്രം അനുസരിച്ച് താരാദേവിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മഹാകാളിയിൽ നിന്ന് തന്നെയാണ്. ആദ്യത്തെ മഹാവിദ്യ കാളിയാണെന്ന് കണ്ടു. അപ്പൊ കാളിയിൽ നിന്ന് തന്നെയാണ് താരയും വന്നിരിക്കുന്നത്. എന്തിനാണ് വന്നത്? അസുരകുലത്തെ ഒന്നടങ്കം മുടിച്ച് ദേവാദികളെ സംരക്ഷിക്കുന്നതിനായിട്ട് താരാദേവി അവതാരം എടുത്തു. താരിണി എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കാൻ പിറന്നവൾ. അപ്പൊ താരിണി രൂപത്തിലാണ് ദേവി അവതരിച്ചത്. അപ്പോ ആ താരാദേവിയെ നമ്മളെ ഓരോ ജീവനെയും ഓരോ സംസാരത്തിൽ നിന്ന്, അതായത് ജന്മത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വരുന്ന അവതാരമായിട്ടാണ് കാണുന്നത്. അപ്പൊ താരോൽപത്തിയുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കഥയും കൂടെ ഉണ്ട്. ദേവാസുരന്മാർ അമൃതനായിട്ട് പാലാഴി കടയവേ അതിതീഷ്ണവും ലോകവിനാശകവുമായിരിക്കുന്ന കാളകൂട വിഷം ഉയർന്നു വരികയും ഭഗവാൻ പരമശിവൻ അത് സ്വന്തം കണ്ഠത്തിലാക്കി ലോകത്തെ സംരക്ഷിക്കുകയും ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഥ. അപ്പൊ എന്നാല് ഈ ഉഗ്ര വിഷശക്തിയാൽ ശിവന് ശക്തിക്ഷയം സംഭവിച്ചു. ശിവൻ അത് കുടിച്ചു. ഹലാഹലം എന്ന് പറയുന്ന കാളകൂട വിഷം കുടിച്ചു കഴിഞ്ഞപ്പോ ശിവന് വല്ലാത്ത തളർച്ചയുണ്ടായി. അദ്ദേഹത്തിന്റെ ശക്തി ക്ഷയിച്ചു എന്നും അതിനാൽ ശിവന് ശക്തി പകരാനായി പരാശക്തി താരയായിട്ട് അവതാരം എടുത്തു എന്നും പറയപ്പെടുന്നു. അപ്പൊ പരമശിവനെ ഒരു ബാലകനാക്കി മടിയിലിരുത്തി മുലയൂട്ടി കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ താരാദേവി പകർന്നു നൽകിയ ദിവ്യ ദുഗ്ധത്തിന്റെ ശക്തിയാൽ ശിവൻ പൂർവാധികം ശക്തിമാനായി തീർന്നു. അപ്പൊ കാളകൂട വിഷം കണ്ഠത്തിലേക്ക്
ആ അക്ഷോഭ്യനായിട്ട് സ്വീകരിച്ചത് കൊണ്ട് ശിവൻ അന്നു മുതൽ അക്ഷോഭ്യൻ എന്നുള്ള പേരില് അറിയപ്പെട്ടു. ആ അക്ഷോഭ്യനായിരിക്കുന്ന ശിവനാണ് താരാദേവിയുടെ പദവി അലങ്കരിക്കുന്നത്. താരാദേവിയുടെ ഭർത്താവിന്റെ സ്ഥാനം നമ്മൾ കണ്ടു. എല്ലാ ദശമഹാവിദ്യകൾക്കും ഭൈരവനായിട്ട് ശിവനുണ്ട്. അതിൽ ഓരോ രൂപത്തിന് ഓരോ പേരുകളാണ്. അപ്പൊ താരാദേവിയുടെ ഭർത്താവായിരിക്കുന്ന ശിവന്റെ പേരാണ് അക്ഷോഭ്യൻ. അങ്ങനെ താരാദേവിയുടെ ദക്ഷിണ ഭാഗത്ത് അക്ഷോഭ്യനെയും പൂജിക്കപ്പെടണം എന്നാണ് തോടല തന്ത്രത്തിൽ പറയുന്നത്. അപ്പൊ പരാശക്തിയുടെ മാതൃഭാവത്തിന്റെ സർവോത്കൃഷ്ടതയാണ് താരാദേവിയിലൂടെ പ്രകടമാകുന്നത്. അപ്പൊ ബംഗാളിലെ പ്രസിദ്ധമായ താരാപീഠത്തിലെ പ്രതിഷ്ഠിതമായിരിക്കുന്ന താരാദേവിയുടെ വിഗ്രഹം ഏത് രൂപത്തിലാണെന്ന് ചോദിച്ചാൽ ശിവന് ദുഗ്ധം പകർന്നു നൽകുന്ന ദേവീഭാവത്തിലുള്ളതാണ് അവിടുത്തെ താരാവിഗ്രഹം. അപ്പോ മഹാവിദ്യകളിലെ ആദ്യാവിദ്യ അത് കാളിയാണ് അല്ലെ. അപ്പൊ ആദ്യവിദ്യയായിരിക്കുന്ന കാളിയും താരയും തമ്മില് വളരെയധികം സാദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് സാധാരണക്കാര് ഇരു ദേവിമാരെയും കാളി എന്നാണ് പരിഗണിക്കുക. പെട്ടെന്ന് കണ്ടാല് കാളിക്കും താരയ്ക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും പറയാൻ പറ്റില്ല. ഇരു ദേവിമാരും ചതുർഭുജകളാണ്, ശ്മശാനവാസിനികളാണ്. കപാലം എന്ന് പറഞ്ഞാൽ ഭിക്ഷാപാത്രം. ആ കപാലധാരിണികളും ഖഡ്ഗധാരിണികളും കപാലമാല ധരിച്ചവരുമാണ്. അപ്പൊ കാളി സാധാരണയായിട്ട് ശിവന് മുകളിൽ നൃത്തം വയ്ക്കുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. താരയാണെങ്കിലോ മൃതരൂപിയായിരിക്കുന്ന പുരുഷന് മുകളിൽ നൃത്തം ചെയ്യുന്നവളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റത് ശവമാണെങ്കിൽ ഇത് മരിക്കാറായി കിടക്കുന്ന ഒരു ജീവന്റെ മുകളിൽ നൃത്തം ചെയ്യുന്നത്. ഇരു ദേവിമാരും കിരീടത്തിൽ ചന്ദ്രക്കല അണിഞ്ഞിട്ടുണ്ട്. ത്രിനേത്രങ്ങളുണ്ട്. ഈ അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന ഘന കേശഭാരവും ഇരു ദേവിമാർക്കും ഉണ്ട്. അപ്പൊ കാളിയുടെ നിറം കറുപ്പും താരയുടെ നിറം നീലയുമാണ്. അപ്പൊ കാളിയുടെ കയ്യില് അസുരന്റെ ശിരസ്സുണ്ട്. ശൂലം, ഗദ ഇതിലേതെങ്കിലും ഒന്നാണ് കാളിയുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പോ താരയുടെ കയ്യിലാണെങ്കിൽ നീല താമരയും കത്രികയുമാണ് ഉള്ളത്. അപ്പൊ കാളി നാക്ക് പുറത്തേക്കിട്ട് നീട്ടി നിൽക്കുന്ന ഒരു രൂപമാണെങ്കിൽ താര എന്ന് പറഞ്ഞാൽ മന്ദഹാസം തൂക്കി നിൽക്കുന്നവളാണ്. അപ്പൊ ശിവനെ പോലെ താരയും ശരീരത്തിൽ സർപ്പങ്ങളെ അണിഞ്ഞിരിക്കുന്നു. കാളിയുടെ വസ്ത്രം എന്ന് പറഞ്ഞാല് മനുഷ്യരുടെ കർമ്മങ്ങളെയാണ് അമ്മ വസ്ത്രമായിട്ട് ധരിച്ചിരിക്കുന്നത്. അപ്പോ താരയ്ക്കാണെങ്കിൽ പുലിത്തോലാണ് താരാദേവി വസ്ത്രമായിട്ട് ധരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. കാളി എന്ന് പറഞ്ഞാൽ അത്യുഗ്രമായിട്ടാണ് ഇരിക്കുന്നെങ്കിൽ താര ഉഗ്രയാണ്. കാളി അത്യുഗ്ര, താരയോ ഉഗ്ര, അത്രേ ഉള്ളൂ. അപ്പൊ കാളിയാണ് കുറച്ചുകൂടെ ഗ്രേഡ് കൂടുതൽ. ഇരുവരും രക്തപ്രിയരാണ്. ചില പ്രത്യേക ശരീരഭാഗങ്ങളിൽ നിന്നുള്ള രക്തമാണ് ഇവർക്ക് പ്രിയം. എന്താ ഇതിന്റെ അർത്ഥം? ഈ ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഏതാണ്? ഓരോ മനുഷ്യന്റെയും ഷഡാധാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണു. ഓരോ ജീവനും മുകളിലേക്ക് മൂലാധാരത്തിൽ കിടക്കുന്ന കുണ്ടലിനി ശക്തിക്ക് മുകളിൽ പോവാൻ തടസ്സം എന്താ? ഷഡാധാരങ്ങളിൽ കിടക്കുന്ന അഴുക്കാണ് അല്ലേ. അവിടെ ആ അഴുക്ക് മാറി അവിടെ തുറന്നാൽ മാത്രമേ സുഷുമ്ന നാഡിയിലൂടെ കുണ്ടലിനിക്ക് മുകളിലേക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടത്തെ രക്തത്തെ പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടത്തെ അഴുക്കുകളെ മാറ്റിക്കൊണ്ട് കാമക്രോധ ലോഭ മോഹാദികളാടുന്ന ആ ഷഡ് ഊർമികളെ ഇല്ലാതാക്കുന്ന ദേവതകളാണ് ഇവര് രണ്ടുപേരും എന്നർത്ഥം. അപ്പോ ഈ എന്താ പറയുക, ഷഡാധാരങ്ങളില് പത്മങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്രവിക്കുന്ന പ്രകാശരശ്മികളാണ് ഈ പറയുന്ന അവര് പാനം ചെയ്യുന്ന രക്തം. കാരണം അഴുക്ക് മാറിയിട്ട് അവിടുന്ന് പ്രകാശം പുറത്തേക്ക് വരാൻ സഹായിക്കുന്ന ദേവികളാണ് എന്നർത്ഥം. അപ്പോ കാളിയും താരയും ഒന്ന് തന്നെയാണെന്നും അവർ തമ്മിൽ ഭേദം കൽപ്പിക്കുന്നവൻ സിദ്ധിഹീനനാകുമെന്നും കാളീതന്ത്രം പറയുന്നു. അപ്പോ ഒരിക്കലും കാളിയും താരയും തമ്മിൽ അഭേദം കൽപ്പിക്കാൻ പാടില്ല. യാ കാളി പരമാവിദ്യ സൈവതാര പ്രകീർത്തിത എത്രയോർ ഭേദഭാവേന സിദ്ധിഹാനിസ്തു ജായതേ. ഇവരെ പ്രത്യേകം കണ്ടാല് ആരാണോ കാണുന്നത് അവർക്ക് അവൻ കിട്ടുന്ന സിദ്ധികളെല്ലാം ഇല്ലാതായി തീരുന്നു പറയുന്നു. കാളീതന്ത്രത്തിൽ പറയുന്നതാണിത്. അപ്പൊ താരാദേവിയുടെ ഖഡ്ഗം ശത്രു നിഗ്രഹ ശക്തിയെ കുറിച്ച് പറയുകയാണ്. അപ്പൊ കപാലം എന്നത് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മള്. കപാലം എന്താണ്? 51 മുണ്ടമാലകളിൽ 51 അക്ഷരമാണ് കാളീദേവിയുടെ കഴുത്തി കിടക്കുന്നത്. അപ്പൊ നീലത്താമര ദേവിയുടെ അനന്തമായിരിക്കുന്ന ശക്തികളെ സൂചിപ്പിക്കുന്നു. ഭൗതിക സുഖഭോഗങ്ങളുമായി സാധകനുള്ള ബന്ധത്തെ അല്ലെങ്കിൽ ബന്ധനത്തെ മുറിച്ചു കറയുന്നതിനാണ് കത്രിക. താരാദേവിയുടെ കയ്യിൽ കത്രികയായിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളെ ബന്ധനങ്ങളാക്കാതെ ഒരു ജീവനെ ആ പശുഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കത്രികയാണ് താരാദേവിയുടെ കയ്യിലിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഉയർന്ന
മഹാവിദ്യകൾ എന്ന് പറയാൻ കാരണം എന്താ? ഒരു ജീവനെ ജനന മരണ സമുദ്രത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ അതിന്റെ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ജീവനെയും കടത്തിവിടുക, താരണം ചെയ്യിപ്പിക്കുന്നവരാണ് ഇവരെല്ലാം തന്നെ. അപ്പോ ഈ കത്രിക എന്ന് പറയുന്നത് പാശത്തെ മുറിക്കാനുള്ളതാണ്. അപ്പോ ദേവി പ്രത്യാലീഡ എന്ന ആ ഒരു പദത്തിലാണ് ദേവിയുടെ കാലുകള് അങ്ങനെയാണ് വച്ചിരിക്കുന്നത്. പ്രത്യാലീഡ എന്താണ് ഈ പ്രത്യാലീഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിശ്ചേതനായി കിടക്കുന്ന പുരുഷന്റെ ഹൃദയത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു രൂപം. അപ്പോ തന്റെ കാല് നമ്മളിപ്പം കാളിയെ കണ്ടു, ദക്ഷിണാകാളിയെ കണ്ടു അല്ലെ? ദേവിയുടെ വലത് കാല് ശിവന്റെ ഹൃദയത്തിൽ ഊന്നി നിൽക്കുക. അതുപോലെ ഇവിടെ നിശ്ചേതനായി കിടക്കുന്ന ആ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഊന്നിയാണ് ഈ താരാദേവി നിൽക്കുന്നത്. അപ്പൊ ശക്തിവിഹീനനായിരിക്കുന്ന സാധകൻ ഇവിടെ മരിച്ചിട്ടില്ല, ജീവനുണ്ട്. താര എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ശവമായിട്ട് കിടക്കുന്ന ശിവന്റെ പുറത്ത് വരുന്നതാണ്. ഇവിടെ നിശ്ചേതനായിട്ട് ശക്തി ക്ഷയിച്ചു കിടക്കുന്ന ആ ശിവന്റെ സാധകന്റെ, ശിവൻ എന്ന് പറഞ്ഞാൽ സാധകൻ എന്നർത്ഥം. എങ്ങനെയാണോ ശരീരത്തിൽ ബന്ധിക്കപ്പെടുന്നത് ശിവൻ ജീവനായിട്ട് തീർന്നു അല്ലെ? അപ്പൊ ആ സാധകന്റെ ഹൃദയത്തില് തന്റെ അഭൗമമായിരിക്കുന്ന ശക്തി പ്രവേശിപ്പിച്ച് അവനെ പരമപദത്തിൽ നയിക്കുന്നതാണ് താരാദേവി. അപ്പൊ ദേവിയുടെ പാദപതനം നടക്കുന്നതോടുകൂടി എന്താണ് അവിടെ സംഭവിക്കുന്നത്? സാധകൻ അപൂർവമായിരിക്കുന്ന ശക്തി നേടുന്നു എന്ന് പറയുന്നു. അപ്പൊ പിന്നീട് യാതൊരു ശക്തിക്കും അവനെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനാവുന്നില്ല. അപ്പൊ കടലിൽ സഞ്ചരിക്കുന്ന നാവികന് വഴികാട്ടിയായിട്ട് ഒരു ധ്രുവ നക്ഷത്രം നിലകൊള്ളുന്ന പോലെ ജീവിത സാഗരത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ദിവ്യ താരകമാണ് താരാദേവി. തരണം ചെയ്യിക്കുന്ന ആയതുകൊണ്ട് സമുദ്രതരണം, നദീതരണം, പർവ്വതാരോഹണം തുടങ്ങിയ എല്ലാ യാത്രകളിലും മറ്റു ദുർഘടാവസ്ഥയിലും വിഷമസന്ധികളിലും ദേവി രക്ഷകയായിട്ട് എത്തും. അപ്പൊ ജീവിതയാത്രയിലെ ചില നിർണായക നിമിഷങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് താരാദേവിയാണെന്ന് താരാദേവിയുടെ ഭക്തർ വിശ്വസിക്കുന്നു. അപ്പൊ സംരക്ഷകയും സംരക്ഷണമേകുന്ന ജ്ഞാനശക്തിയാണ് താര. അപ്പൊ സൃഷ്ടാവും സൃഷ്ടിക്ക് പിന്നിലെ പ്രേരക ശക്തിയും സംഹർത്താവുമായിരിക്കുന്ന ഓങ്കാരനാദാത്മികയാണ് താരാദേവി. ഉച്ഛ്വാസ നിശ്വാസങ്ങളെ നിയന്ത്രിക്കാൻ കൂടിയാണ് സോഹം. നമ്മുടെ ഉച്ഛ്വാസത്തെ എന്താ പറയുന്നത്? സോഹം ഹംസ അല്ലെ? അപ്പോ ഇതിനെ നിയന്ത്രിക്കുന്ന നിരന്തര മന്ത്രജപമാണ് ശ്വാസോച്ഛ്വാസം എന്ന തന്ത്രശാസ്ത്രം വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ ശ്വാസോച്ഛ്വാസം ഓങ്കാരമാണ്. സോഹം സഹ അഹം അല്ലെ? അതിനെയാണ് നമ്മൾ അജപ ഗായത്രി എന്ന് പറയുന്നത്. അപ്പൊ താരയാണ് മന്ത്രജപം എന്ന രൂപത്തില് നിശ്വാസങ്ങളുടെ രൂപത്തില് സാധകന് സത്വശുദ്ധിയെ പ്രദാനം ചെയ്യുന്നത്. അപ്പൊ ജ്ഞാനപ്രകാശമാണ് താര. ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന യാത്രയിലെ തടസ്സം നീക്കാൻ ഇച്ഛിക്കുന്നവർ താരാദേവിയെ ഉപാസിക്കേണ്ടതാണ്. സിദ്ധവിദ്യ എന്നുള്ള വാക്കാണ് ശക്തിയുള്ള താര. താര ഒരു സിദ്ധവിദ്യയാണ് എന്നർത്ഥം. പിന്നെ താരാദേവിയുടെ ഉപാസനകളൊക്കെ വളരെ വളരെ ഡീപ്പാണ്. അപ്പോ സംസാരത്തിലെ സമസ്ത കർമ്മങ്ങളുടെയും പതറാതെ കടന്നുപോയി ഭൗതിക വിജയം നേടാൻ സാധകനെ സഹായിക്കുന്നവളാണ് നീല സരസ്വതി എന്ന് പറയുന്ന ഈ ദേവി. അപ്പൊ നീല സരസ്വതി എന്ന ദേവിക്ക് വേറൊരു പേരുണ്ട്. കാരണം ഈ ദേവിയാണ് വാക്ശക്തിയും വൈഭവവും നൽകുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേക മന്ത്രമുണ്ട്. അപ്പൊ ഓം ഹ്രീം ശ്രീം ഒക്കെ തുടങ്ങുന്ന നീല സരസ്വതിയുടെ ഒരു മന്ത്രം, അത് നമ്മുടെ എന്താ പറയാ ത്രിപുര സുന്ദരിയുടെ ആ ഒരു അതിനകത്ത് വരുന്ന ശ്യാമ മന്ത്രത്തിന് തുല്യമായിട്ട് തന്നെ വാക്ശക്തി കൊടുക്കുന്ന ഒരു മന്ത്രമാണ് നീല സരസ്വതി മന്ത്രം. അപ്പൊ താരാദേവിയുടെ വ്യത്യസ്ത ധ്യാന സങ്കല്പങ്ങളുണ്ട്. താരിണി ദേവിയുടെ 8 ഉഗ്ര രൂപങ്ങളായിരിക്കുന്ന ഉഗ്ര, മഹോഗ്ര, താര, വജ്ര, കാളി, സരസ്വതി, കാമേശ്വരി, ചാമുണ്ട, ഇവരെ നമ്മൾ അഷ്ടതാരിണികൾ എന്ന് പറയുന്നു. 8 പേരാണ്. അപ്പോ താരാദേവിയുടെ പ്രധാന സാധകൻ ആരാണെന്ന് ചോദിച്ചാൽ വസിഷ്ഠ മുനിയാണ്. അദ്ദേഹം ശ്രീരാമനെ താരാമന്ത്രം ഉപദേശിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. താരാദേവിയുടെ സപ്താക്ഷര മന്ത്രമാണ് രാമൻ ഉപാസനയ്ക്ക് ഉപയോഗിച്ചിരുന്നതെന്നും പറയുന്നു. അപ്പൊ ബലരാമൻ പഞ്ചാക്ഷര മന്ത്രത്താലും താരാദേവിയെ ഉപാസിച്ചിരുന്നു. അപ്പൊ സൃഷ്ടി എന്ന് പറയുമ്പോൾ മഹോഗ്രതാര, സ്ഥിതി മഹോഗ്രതാര, സംഹാര മഹോഗ്രതാര എന്നിങ്ങനെ ദേവിയുടെ സങ്കല്പങ്ങൾ നിരവധിയുണ്ട്. അപ്പൊ താരാദേവിയുടെ പതി എന്ന് പറയുന്നത് അക്ഷോഭ്യനായിരിക്കുന്ന ശിവനാണ്. അപ്പൊ താരാപൂജയില് അക്ഷോഭ്യനെ നമ്മൾ പൂജിക്കണം. അപ്പൊ താരാമന്ത്രങ്ങളുടെ ഋഷിയും അക്ഷോഭ്യനാണ്. ഏത് മന്ത്രം എടുത്താലും ആ മന്ത്രം അക്ഷോഭ്യ ഋഷിഹി എന്നാ പറയുന്നത്. അപ്പൊ ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനും. അപ്പൊ സൂക്ഷ്മ ശരീരത്തില് മണിപൂരക ചക്രത്തിൽ വസിക്കുന്നവളാണ് താരാദേവി. അപ്പൊ പശ്യന്തിയുടെ ദേവതയും
ശബ്ദത്തെ ആജ്ഞാചക്രത്തിലേക്ക് നയിക്കുന്നവളുമായിരിക്കുന്ന താരാദേവി അതീന്ദ്രിയാവസ്ഥയില് ശുഭ്രവർണ്ണത്തോടുകൂടി, സൃഷ്ടി സമയത്ത് ശ്യാമവർണ്ണത്തോടുകൂടിയും മറ്റു സന്ദർഭങ്ങളിൽ വിവിധ വർണ്ണ സ്വരൂപങ്ങളോടുകൂടിയും പ്രശോഭിക്കുന്നു. ഇത് വാമകേശ്വര തന്ത്രത്തിൽ പറയുന്നു. ദേവിക്ക് 5 വ്യത്യസ്ത രൂപങ്ങളുണ്ടെന്ന് പറയുന്നു. താര, താരിണി, ഏകജട, നീല സരസ്വതി, ഉഗ്രതാര. ഇതാണ് ദേവിയുടെ മറ്റ് വ്യത്യസ്ത രൂപങ്ങള്. ഈ 5 രൂപങ്ങളുടെയും മന്ത്രങ്ങള് ആ തന്ത്രശാസ്ത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെറുതെ പോലും ആ ഒരു മന്ത്രങ്ങളെ ഉച്ചരിക്കാൻ പാടില്ല. കാരണം ഇവരൊക്കെ മഹാവിദ്യകളാണ്. നമുക്ക് വെറുതെ പറഞ്ഞ് കളിക്കാൻ പാടില്ല. ഇവൻ രശ്മിമാല മന്ത്രത്തിൽ 51 മന്ത്രങ്ങളുള്ള രശ്മിമാല മന്ത്രത്തില് ദേവിയുടെ താരാ മന്ത്രമുണ്ട്. അതായത് ബുദ്ധൻ ഉപാസിച്ചിരുന്ന താരയുടെ മന്ത്രം. നമുക്കങ്ങനെ ചുമ്മാ ഒരു പ്രഭാഷണത്തിലോ നമ്മൾ ഇന്ന് യൂട്യൂബിൽ കാണുന്ന പോലെ ഒന്നും ഒരു ഉപാസകന് മന്ത്രത്തെ എടുത്ത് ജപിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മഹാകാലനായിരിക്കുന്ന ശിവനും ദേവിയും തമ്മിലുള്ള സംവാദ രൂപത്തില് ഇരിക്കുന്ന തന്ത്രമാണ് ഈ താരാദേവിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൊടുക്കുന്ന ബൃഹത് നീല തന്ത്രം എന്നറിയപ്പെടുന്നത്. അപ്പൊ താരയുമായിട്ടുള്ള പ്രധാന അറിവുകളെല്ലാം തന്നെ ഈ ഗ്രന്ഥത്തില് നീല സരസ്വതി, അനിരുദ്ധ സരസ്വതി, ഉഗ്രതാര, താരിണി തുടങ്ങിയ വ്യത്യസ്ത ഭാവങ്ങളെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അപ്പൊ താര എന്ന് പറയുന്നത് ഈ കാളിയെ പോലെ തന്നെ തന്റെ ഭക്തരെ എന്താ പറയാ തരണം ചെയ്യിക്കുന്നവളാണ്. ഭവസാഗരത്തില് വീണ എല്ലാവരെയും തന്നെ കടത്തിവിടുന്നവളാണ് ഈ താര. അപ്പൊ കാളിയും താരയും തമ്മിൽ വ്യത്യാസം പാടില്ല. വ്യത്യാസം നമുക്ക് വിചാരിക്കാൻ പോലും പാടില്ല. അങ്ങനെയുള്ളവർക്ക് സിദ്ധിഹാനി സംഭവിക്കുമെന്ന് പറയപ്പെടുന്നു. അപ്പോ ദശമഹാവിദ്യകളിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന സിദ്ധവിദ്യയാണ് താരാദേവി. ദേവിയെക്കുറിച്ച്, ദേവിയുടെ മന്ത്ര സാധനയെക്കുറിച്ചോ ദേവിയുടെ മറ്റു ഉപാസന വഴികളെ കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് ഉപാസകരല്ലാതെ, താരയെ എടുത്ത് ഉപാസിക്കുന്നവരുടെ കൂടെ അല്ലാതെ നമുക്ക് പറയാനോ വെറുതെ നമുക്ക് ഓടിച്ചു പോകാനോ സാധ്യമല്ല. അത് പാടില്ല. അത് തന്ത്രശാസ്ത്രം എന്ന് മാത്രമല്ല ഗുരുപരമ്പര അതിനെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് താരയെക്കുറിച്ചുള്ള വിവരങ്ങള് ഇത്രയുമാണ് നമുക്ക് എന്താ പറയാ ഷെയർ ചെയ്യാൻ പറ്റുന്ന മഹാവിദ്യയാണ് എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്കിനി അടുത്ത എന്താ പറയാ ഒരു ദശമഹാവിദ്യയായിരിക്കുന്ന സാക്ഷാൽ ത്രിപുര സുന്ദരി എന്ന് പറയുന്ന ഷോഡശിയിലേക്ക് പോവാം. അപ്പൊ താര ഇവിടെ എന്താ പറയാ താരയെ കുറിച്ചുള്ള വിവരണം ഇവിടെ അവസാനിക്കുകയാണ്.